വാക്കുകൾ കഥ പറയുന്നു. ആ ചിത്രത്തിലെ പേരിന് ഒരു പ്രത്യേകത മാഷ് പറഞ്ഞല്ലോ, പണ്ടത്തെ ഫിലിം ടൈറ്റിൽ. ആ ചിത്രത്തിലെ പൂവും പ്രസാദവും എന്ന് പറഞ്ഞൊരു ദേവരാജ് സാറ് പറഞ്ഞു. ഞാൻ ഒരുപാട് ഇവർ വയലാറിൻ്റെ വരികളിൽ നിന്ന് ഒരുപാട് മെലഡിയും കാര്യമായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്ത് വയ്ക്കും. യവന്മാർ ഇട്ട് ടൈറ്റിൽ കേട്ടാൽ നമുക്ക് പേടിയാവുന്നു. അങ്ങനെ ഒരു രസമായിരുന്നു സാറായിട്ട് കൂടുമ്പോഴേ. അറിയാം, ഹേമൻ അറിയാലോ പുള്ളിയുടെ. പറയൂ. ആ ചിത്രത്തിലെ പൂവും പ്രസാദവും എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ട് ഒരു കഥയുണ്ട് ഈ പാട്ടിനെ കുറിച്ച്. ഈ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്ന് എനിക്ക് 21 വയസ്സുള്ളൂ. പക്ഷെ ചെറിയ പൂവും പ്രസാദ് ചെറിയ. അപ്പോൾ ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു ആ പാട്ട് മാറ്റണം. പാട്ട് ചെറിയൊരു സാറിൻ്റെ അടുത്ത് ദേവരാജൻ സാറിനോട് പറഞ്ഞു, ദേവരാജൻ ഇതൊരു വളരെ ചെറിയൊരു പയ്യൻ്റെ ശബ്ദമുള്ളൂ. അവനൊരു പയ്യനാണല്ലോ. അയാൾ കിളവനൊന്നുമില്ല, പയ്യനാ. എന്താ പയ്യൻ്റെ ശബ്ദമല്ലേ പയ്യനെ വരത്തുള്ളൂ. അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞാൽ മാറ്റാൻ വേണ്ടി പറയുകയാണോ? മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാരണം ഒരു കാര്യം ചെയ്യും. ഈ പടത്തിൽ ആരാ ഹീറോ? അത് സത്യനെ മാറ്റി മധുവിനെ ഇട്. അയ്യോ അതൊക്കില്ല, എന്നാൽ അത് നോക്കില്ല. ഇങ്ങനെ പറഞ്ഞ ഇതാണ് ഈ പാട്ട് ഓർക്കുമ്പോൾ ഞാനതാ പ്രൂഫ്. പിന്നെ പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞു, ഈ പാട്ട് പോപ്പുലർ ആയില്ലെങ്കിൽ എനിക്ക് അന്നത്തെ കാലത്ത് 10,000 രൂപ തരുമോ ചോദിച്ചു. അപ്പോൾ അയാൾ പാട്ട് പോപ്പുലറായി ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു. ഡയറക്ടറെ ആരാ പറയുന്നില്ല, വിളിച്ച് സാറ് പറഞ്ഞു, അതെ ഈ പാട്ട് ഭയങ്കര പോപ്പുലറായി കേട്ടോ, എനിക്ക് ആ പണം തരാൻ ഉദ്ദേശിക്കുന്നു 10,000 രൂപ. ഇതൊക്കെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. നമ്മളെ അന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നേ അന്ന്. ഇന്ന് അങ്ങനെയല്ലെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇന്നിപ്പോൾ അവരുടെ പക്ഷത്ത് നിന്ന് നമ്മളെ ഒതുക്കി കളയും. ഇതിപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. ആ കാലത്ത് അതല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളെ മുമ്പിൽ നമ്മളെ ചീത്ത പറയും. അത് പറയും, എടാ ചീത്ത പറയും, പക്ഷെ അപ്പുറത്ത് വളരെ സ്നേഹമാണ്. അന്നത്തെ ഗ്രേറ്റ്നെസ്, അവരുടെ മനസ്സ്, നല്ല മനസ്സ്. പിന്നെ ഇദ്ദേഹം തന്നെ മാസ്റ്ററിന് സുപ്രഭാതം പാടി പോവും. അന്ന് അപ്പോൾ MSV ആണല്ലോ. അപ്പോൾ അവരുടെ കമ്പനിയിൽ നിന്ന് MSV ചെയ്തപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ഞാൻ അന്നേരത്തെ പറഞ്ഞിരുന്നു സാറിനെ മാറ്റി MSV ഇട്ടല്ലോ. അവനോട്, നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരാ ഇട്ട മ്യൂസിക്, നിൻ്റെ ഡ്യൂട്ടി എന്താ? നീ പോയി പാടുക, പണം വെച്ച് അങ്ങ് പൊക്കോളുക. ആരാ മ്യൂസിക് ഡയറക്ടർ നോക്കേണ്ട, നിനക്ക് കാര്യം തിരിക്കുന്നു. ഞാൻ ശരിയാ. പക്ഷേ ഉടനെ വിളിച്ചു ആ ഡയറക്ടറില്ലേ, പൂവും പ്രസാദം വേണ്ടാന്ന് പറഞ്ഞില്ല ഡയറക്ടർ. ഉടനെ വിളിച്ചു, അതേ ഇപ്പോൾ ഇവനെ നിങ്ങൾക്ക് ആവശ്യമായല്ലേ, ഇപ്പോൾ ജയചന്ദ്രൻ പാടണം നിങ്ങൾക്ക് ആവശ്യമാണല്ലേ, സുപ്രഭാതം പാടണം നിങ്ങൾക്ക് ആവശ്യം വന്നുവല്ലേ, അതെൻ്റെ വിജയമാണെന്ന് പറഞ്ഞു. അവൻ എൻ്റെ ശിഷ്യനാണ്. അത് എല്ലാം സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ. ഒരു മനുഷ്യൻ്റെ എപ്പോഴോ വലുതാവുക എന്ന് പറയാൻ നോക്കില്ല. അവന് ആവശ്യം വരും. നിങ്ങൾ ഒരിക്കലും അവനെ നിന്ദിച്ചാൽ എന്ന് പറഞ്ഞു. ഇതൊക്കെ അതാണ് അവരൊക്കെ എങ്ങനെ ജീവിതത്തിൽ മറക്കാൻ പറ്റും? ഇത്ര വലിയൊരു അതാണ് ഗുരുഭക്തി. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സുപ്രഭാതം ഇപ്പം വലിയ നഷ്ടമായിപ്പോനെ. ഇപ്പോഴും നിൽക്കുന്ന ഒരു പാട്ടല്ലേ, വലിയൊരു പാട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് സുപ്രഭാതത്തിനാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നീ ഏതാ പാട്ട്? പൂവും പ്രസാദം. പൂവും പ്രസാദവും ഇളനീർക്കുടവുമാ കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തില എന്നെ ചൂടിക്കൂ. പൂവും പ്രസാദവും ഇളനീർക്കുടവുമാ കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തില എന്നെ ചൂടിക്കൂ. അർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ, അർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ
മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കൊണ്ടോ പറയൂ കളമൊഴി നീ പൂവും പ്രസാദവും ഇളനീർ കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ താമരവളയ കൈവിരലാലൊരു കൂവളത്തില എന്നെ ചൂടിക്കൂ. മുറ്റത്ത് മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മുറ്റത്ത് മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചുണ്ടിലിരുന്നത് മന്ത്രങ്ങളോ സുന്ദര ശൃംഗാര ശ്ലോകങ്ങളോ പറയൂ കളമൊഴി നീ പൂവും പ്രസാദവും ഇളനീർ കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ താമരവളയ കൈവിരലാലൊരു കൂവളത്തില എന്നെ ചൂടിക്കൂ. ഈ പാട്ട് അഭിനയിച്ചിരിക്കുന്ന സത്യമാഷാണ്. ഈ പാട്ടിൻ്റെ സാറ് എപ്പോഴും പറയും, മാഷനെ വിളിച്ച് പറയും, ഈ പാട്ട് ജയചന്ദ്രൻ, ഈ പാട്ട് ഞാൻ അഭിനയിച്ച, നിൻ്റെ പാട്ട് ഞാൻ പാടി അഭിനയിച്ചാണ്. ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് എഴുതാറുണ്ട്, നന്നായിട്ട് എനിക്ക് എഴുതാറുണ്ട്. ഈ പാട്ടാരാ പാടിയത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു അഡ്രസ്സ് പറഞ്ഞു, പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചെറിയ പയ്യൻ. അപ്പം ഞാനതൊന്ന് ചൂളിപ്പോയി. അതെ, നീ എന്തായിരുന്നു ചൂടുള്ള? അതല്ല, അഡ്രസ്സും മേടിച്ച് അവിടെ പോയി കാണടാ. അയ്യോ സാറേ, മറക്കില്ല. അയ്യോ ഈ പാട്ട് സത്യം സാറേ, അയ്യോ ചുമ്മാ ഓടാ.